വോയിസ് പിന്നെയും വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഈയിടക്കൊക്കെ വളരെ വെറൈറ്റി കണ്ടന്റാണ് ഞാൻ ചെയ്യുന്നത്. വീഡിയോയുടെ പൊക്കത്ത് വീഡിയോ അടിച്ചിറക്കൊണ്ടിരിക്കുക. മോനെ അത്രയ്ക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് എനിക്ക് എന്ന് ഞാൻ പറയത്തില്ല. ഈ എല്ലാ വീഡിയോയും ചെയ്ത് അവസാനം പൈസേൻ്റെ പൊക്കത്തിൽ പോകുന്നില്ല. സത്യം പറയും ചെയ്യാനാ വീഡിയോ ഉണ്ടാക്കായിരുന്നു ചിലപ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടിയേനെ. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ഈ വീഡിയോ കണ്ട് രസിക്കൂ. ഐ എം ഗോണ ഡു കോൾഡ് സ്റ്റോൺ 10K സാലറി. സോറി കോൾഡ് സ്റ്റോൺ ഫുൾ മെനു കഴിച്ചു കഴിഞ്ഞാൽ 10K മണി കിട്ടും നിങ്ങൾക്ക്. ഹാഫ് ആണെങ്കിൽ 5K, 3/4 ആണെങ്കിൽ 7.5K. ഞാൻ ഇപ്രാവശ്യം പറയുന്നത് ഐസ്ക്രീമാണ് മോനെ. ഐസ്ക്രീം നിങ്ങൾക്ക് വെറുതെ വെള്ളം പോലെ കുടിച്ചു തീർക്കുക. വളരെ സിമ്പിൾ. ഇവിടെ ഏകദേശം വലിയ ഐറ്റംസ് ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം ഒരു ഏകദേശം ഒരു വലിയ സൈസും ചെറിയ സൈസൊക്കെ ഉണ്ട്. നമുക്കൊരു മീഡിയം സൈസ് പിടിക്കാം. എന്തായാലും ഇപ്രാവശ്യത്തെ ആൾ എവിടെ നിന്ന് പൊക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ നിന്നല്ല, യൂട്യൂബിൽ നിന്നാണ്. യൂട്യൂബിൽ നിന്ന് വന്നോന്ന് ഇപ്പം കുറേ ആൾക്കാരെ ഞാൻ പിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ യൂട്യൂബുകാർ എപ്പോഴും ഞങ്ങളുടെയൊക്കെ ഒന്നും പറയാറില്ല, ഇൻസ്റ്റയ്ക്ക് മാത്രം കൊടുക്കുന്നത് എന്താണെന്നൊക്കെയുള്ള ഒരു വാർ ഞാൻ കാണുന്നു. അതുകൊണ്ട് അതിന് വേണ്ടി യൂട്യൂബിനെ കുറച്ച് നാളത്തേക്ക് നമുക്ക് പിടിക്കാം. നമുക്ക് നമ്മുടെ കഷീനെ കിട്ടിയിരിക്കുകയാണ് യൂട്യൂബിൽ നിന്ന്. പേര് പറയൂ പ്ലീസ്. ഹായ്, എൻ്റെ പേര് സാഹിൽ. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ കോൾഡ് സ്റ്റോണിൽ ഫുൾ മെനു കംപ്ലീറ്റ് ചെയ്യുന്ന ചാലഞ്ചിനാണ് വന്നേക്കുന്നത്. അപ്പോൾ ബാക്കി അർജുൻ ബ്രോ പറഞ്ഞോളൂ. ഞാൻ ഓർത്തിന് ഞാനാണ് കണ്ടക്ഷൻ. എനിക്ക് ചിലത് തെറ്റിദ്ധരിച്ചു പോയി. അവൻ തന്നെ ഇന്റർവ്യൂ എടുത്തോണ്ട് പോയോണ്ട് ചോദിച്ചാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ചാലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പരിപാടി തുടങ്ങാൻ പോകണേണ്. ആണോ? ഓക്കെ. അവൻ പറയുന്ന കണക്ക് ഇത് ഫുള്ളും കഴിക്കുമല്ലോ നീ? ഫുള്ളും കഴിക്കും. ഒന്നും ബാക്കി വെക്കത്തില്ല. അത്ര കോൺഫിഡൻസ് ആണ്? ലോൺ എടുക്കേണ്ടി വരും. അങ്ങനെ പറയണ എല്ലാം ലോൺ എടുപ്പിക്കുന്നതാണ് പറയുന്നത്. പോയി ഇത് കണ്ടേ ഉള്ളിൽ നമുക്ക് എല്ലാത്തോട്ട് പോവാ. ചേട്ടാ എത്ര മെനു ആയിട്ട് ഉണ്ട് ഇവിടെ? 18 എണ്ണം ഉണ്ട്. 18 ഫുള്ളും കഴിച്ചാൽ 10,000. നീ ഒരു പകുതി ഒരു 9 പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ 9 പിടിച്ചു കഴിഞ്ഞാൽ ഒരു 5K. ചേട്ടാ സെറ്റല്ലേ? നീ ഫുള്ളും കഴിക്കും. ഇത് 2 തവണ കഴിച്ചാൽ 20,000 കിട്ടും. 2 തവണ കഴിക്കും. നീ 18 36 ആയിട്ട് അതിന് 18 ഫുള്ള് കഴിക്കും. അതിട്ട് പോരെ 36 പിടിച്ചു. ആദ്യമായിട്ടാണ് ചോദിച്ചത്. അതിൽ 18 കഴിച്ച് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ 20 ഞാൻ കൊടുക്കും. 36 കഴിക്കണം. ആദ്യം ഐറ്റം കാണിച്ചേട്ടാ. ഇതെന്താണ് ഇത്? വെറൈറ്റി കോണാണ്. ഇങ്ങനെ കോൺ കിട്ടുക? ഇത്ര ഐറ്റം ഉണ്ട് ഇവിടുന്ന് ഇവിടം വരെ. എൻ്റെ ഒരു വിങ് സ്പാൻ ഉണ്ടല്ലോ. നമുക്ക് 5 ആയിട്ട് കഴിക്കാം. ആദ്യത്തെ റൗണ്ടിൽ 5 എണ്ണം, രണ്ടാമത്തെ റൗണ്ടിൽ 5, അങ്ങനെ വേണം. ഞാനാണോ ചാലഞ്ച് ചെയ്യുന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അപ്പൊ എന്താ 5 ഏതെങ്കിലും ഒരു 5 എടുക്കട്ടെ ഇവിടുന്ന്? ആദ്യത്തെ 5. ഇവിടെ 4, 5 ഐറ്റം ഉണ്ട്. ഇനിയും 4 വന്നാലേ ഹാഫ് ആകത്തുള്ളൂ. അതിന് ഡബിൾ ആയാലേ ഫുൾ ആകത്തുള്ളൂ. അപ്പൊ നീ ഏത് വെച്ച് തുടങ്ങുന്നത്? ഫസ്റ്റ് കപ്പിൽ നിന്ന് തുടങ്ങാം. അപ്പൊ കോണിന് അഴിഞ്ഞു പോകത്തില്ലേ? ലാസ്റ്റ് മതി. ശരി. സ്ട്രോബെറി ചീസ് കേക്ക്. നിനക്ക് പേരൊക്കെ അറിയാതാ? എപ്പോഴും വരാറുണ്ടോ നീ? ഓക്കെ. പെട്ടെന്ന് കഴിച്ചു കിട്ടാ പെട്ടെന്ന് തീരും. ഐസ്ക്രീം അല്ലേ? ടൈം ഉണ്ട്. 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂറാ? ഇച്ചിരി കുറവല്ലേ? നീ അത് കഴി. കോൾഡ് സ്റ്റോണിലെ എല്ലാ ഐസ്ക്രീം പയ്യൻ കഴിച്ചു തീർക്കുമില്ല എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇഷ്ടമുള്ള സാധനമല്ലേ, പെട്ടെന്ന് തീരുമല്ലോ. കുറച്ച് മെതുവയാണ് പയ്യൻ കഴിക്കുന്നത്. ഞാൻ പയ്യത്തുന്ന പനയും തിന്നാം. പക്ഷെ പനയ്ക്ക് വലിപ്പം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ വീഴാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ആ ലോണിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ആക്രാന്തത്തോടെ അവൻ കഴിച്ച് തീർത്തത്. സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്ന പ്രതീക്ഷ. എന്നാലും പയ്യത്തുന്നാൽ മതി, കഴിച്ചു തീർത്താൽ. ആദ്യത്തെ കപ്പ് തീരാൻ പോകുന്നു. ആദ്യത്തെ കപ്പ് തീർന്ന് ഇപ്പം അടുത്ത തുടങ്ങാം. എൻ്റെ കോൺ അവിടെ അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇപ്പം തന്നെ തീരും. തുടങ്ങാം. ഐസ്ക്രീം തുടക്കത്തിലൊക്കെ ആൾക്കാർ നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പം വായ ഇങ്ങനെ തണുത്ത് വരുമ്പം ലാസ്റ്റ് അമ്മൻ ചൂടുവെള്ളം വേണമെന്നും പറഞ്ഞായിരുന്നു ഓടിയത്. അത് നമുക്ക് കുഴപ്പമില്ല. അത് തീരാറായ അടുത്തായിട്ട് നമ്മൾ കുറച്ച് വെറൈറ്റി പിടിക്കുന്നതാണ്. കാണാൻ കുറച്ച് കളർഫുൾ ആയിട്ട്. അല്ലെങ്കിൽ പിന്നെ എല്ലാം ഒരു ഇങ്ങനെ കപ്പിനകത്ത് കിട്ടി എല്ലാം ഒരേപോലെ തന്നെ തോന്നി. മൂന്നാമത്തെ ഇതാ കഴിക്കണം. ഇതിനിപ്പോൾ എന്ത് തോന്നുന്നു? കഴിക്കാം, നിസ്സാരം. കുഴപ്പമില്ല. ഒരു തണുപ്പ് തന്നെ. ഐസ്ക്രീമാണ്, തണുപ്പ് കാണും. എല്ലാവരും കപ്പിലാണ്. ഇവിടുന്ന് നമുക്ക് വെറൈറ്റി സ്റ്റഫ് കൂടി ട്രൈ ഔട്ട് ചെയ്യാം. ഇവിടെ ഹോട്ട് സ്റ്റോൺ ഉണ്ട്. ഈ ഹോട്ട് സ്റ്റോൺ ഒരെണ്ണമുണ്ട്. പിന്നെ അവർക്ക് ചോക്ലേറ്റ് ഓവർലോഡും ഉണ്ട്. ഈ സംഭവം 3ാമത്തെ ഐറ്റം തീരുകയാണ്. ലെറ്റ്സ് ഗോ 3 ഐറ്റംസ്. ഇനി ചോക്ലേറ്റ് ആണോ? നല്ല തിക്കായിട്ടുള്ള ചോക്ലേറ്റ്. അവിടുന്ന് അവിടെ അലിയുന്നു കിടന്നു. നീ പെട്ടെന്ന് കഴിച്ചു തീർക്ക്. നമുക്കവിടെ കോൾഡ് പുറകെ പോകാനുള്ളതാ. ഇത് പകുതിയായി. ഇത് പകുതി കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഈ കോളോട് വിളിച്ചിട്ടിരിക്കേ. അപ്പൊ അത് കണ്ടിട്ട് സഹിക്കാനല്ല. അപ്പൊ അമ്മ ഇത് തീർത്തിട്ട് ഇങ്ങോട്ട് പോവാം. കോണിലോട്ട് പോവാം. പക്ഷെ ഇതിപ്പം ഫുള്ളും തീർന്നാൽ മാത്രമേ കൗണ്ട് ആകത്തുള്ളൂ. നമ്മൾ കോണിലോട്ട് എത്തിയിരിക്കുന്നു. ഫൈനലി
കോൺ അലിച്ച് എങ്ങനെയുണ്ട് കൊള്ളാവാ? നല്ല നല്ല. നീ എന്തായാലും ഇത് കഴിച്ചുകൊണ്ടിരിക്കാൻ ബാക്കി ഒരു 3 ഐറ്റം കൂടി ഓർഡർ ചെയ്യാം. വന്നിരിക്കട്ടെ, എന്തായാലും നിനക്ക് 9 എണ്ണെങ്കിലും കഴിക്കണം മിനിമം. 9 എന്തായാലും നീ കഴിക്കണ്ടേ? 5000 മേടിച്ചിട്ടില്ലേ പോകണ്ട? അതെന്താ ചേട്ടാ, എനിക്ക് ചോക്ലേറ്റ് ഓവർലോഡും ഹോട്ട് സ്റ്റോണും. പിന്നെ ഏതാ ഇതിൽ ഏതാ ഇപ്പൊ റെഡി? 2 റെഡിയാണ്. ചേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിനകത്ത് ഇപ്പോൾ ഇത്ര ഐറ്റം ഉണ്ട്, അതല്ലാതെ വേണം ഐസ്ക്രീം ചൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് അവർ തരും. ഇത് അവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള സംഭവം. അതല്ലാതെ വേണം നമുക്ക് ചൂസ് വേണം ചെയ്യാം. നല്ല കളർ ഒട്ടും മിക്സ് ആകാത്ത 2 കളർ എടുത്ത് മിക്സ് ചെയ്യാം നമുക്ക്. ഈ പേർപ്പിൾ ഏതാ, മിൻ്റാണോ? ഓ കോട്ടൺ ക്യാൻഡി. ഓ സെറ്റ്. ഇപ്പം മിൻറ്റും കോട്ടൺ ക്യാൻഡി മിക്സ് ചെയ്തിട്ടുണ്ടോ? ആ കോട്ടൺ ക്യാൻഡി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് മിൻറ്റ് കൊണ്ടുവരും. അതെ അവിടെ നിന്ന് ഇത് ബ്രോ ഇതുവരെ മിക്സ് ചെയ്തിട്ടില്ല. നോക്കും വേറെ ഇത് പറയുന്നുണ്ട്, ഒരു റാസ്ബെറി ഇട്ടേക്ക്. അപ്പോൾ അത്ര മതിയാ നോക്കി. ഇപ്പോൾ അങ്ങനെ കൊണ്ട് കാണാൻ റാസ്ബെറി ഒരു പേരിന് വേണ്ടി തൂളിയിട്ടുള്ള കൂടുതൽ ഇനി അവൻ്റെ തല കൊണ്ടാക്കുന്നില്ല. എൻ്റെ സ്വന്തമായിട്ടുള്ള മിക്സ് ചെയ്തൊരു സംഭവമാണ്. ഇതിന് ഞാൻ പേരിടുവാണ് ചേട്ടാ, MP സിഗ്നേച്ചർ എന്ന് പറയാൻ. കാണാൻ ഓ കൊടുക്കട്ടെ, കളർഫുൾ ആണല്ലോ. ഇത് ലുക്കാണെന്ന് നോക്കി. നിങ്ങൾ ഇത് വന്ന് മേടിക്കുക കേട്ടോ. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ വന്ന് കഴിച്ചിട്ട് പറയുക. കുറച്ച് എളുപ്പമാക്കി. ഇപ്പോൾ രണ്ട് പിങ്ക് മിക്സ് ചെയ്യുക, റോസ് ഫലൂദയും റെഡ് വെൽവെറ്റും മിക്സ് ചെയ്യുക. 2 ഐറ്റം ആയിട്ടുണ്ട്, 2 ഐറ്റം ഇനി കൂടി വേണം. ഇത് ഏത് ഐറ്റം എന്നറിയാതാ? ഇല്ല. ഇത് ഞാൻ മിക്സ് ചെയ്ത MP സിഗ്നേച്ചർ എന്ന പേരുള്ള എൻ്റെ മിശ്രിതമാണ്. എനിക്കൊരു മിശ്രിതമുണ്ട്. നിനക്ക് മിശ്രിതം? ഇതെന്താ അച്ചാറെ കൊണ്ടുപോയി ഇടക്ക്? അച്ചാറിനകത്ത് മിക്സ് ചെയ്യണോ? സെപ്പറേറ്റ് ആയിട്ട്? എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ബോയ്സ്. അപ്പോൾ എന്തായാലും ഇത് വർക്ക് ആകട്ടെന്ന് പ്രതീക്ഷിക്കാം. ഓ അടുത്തായിട്ട് എത്തിയല്ലേ. ഇത് കുറച്ച് ചെറുതാണ്. ഇത് ചെറുതാണ്. ഞാൻ വെറുതെ ഇത് ലാസ്റ്റേക്ക് വെക്കണ്ട. ലാസ്റ്റ് വെച്ച് ബ്രൗണി വെറും കല്ല് ബ്രൗണിയാവും. ഇനി അവന് കുറച്ച് ചൂടായിട്ട് അച്ചാറിനോട് കഴിക്കാം. ഫൈനൽ ഡിഷ് വന്നിരിക്കുകയാണ്. ചെറി സിസ്റ്ററിന് താഴത്തോട്ട് വീണം തോന്നുന്നു. നല്ല വലിയ ചെറിയല്ലേ. ഫുള്ളായിട്ടും ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഇങ്ങോട്ട് പോകുന്നതോറും കുറച്ച് വലിപ്പം കാണുമെങ്കിലും ഇതിനകത്തൊക്കെ വെറും 100-150 ഗ്രാമിൻ്റെ സ്കൂപ്പേ ഉള്ളൂ. ഇത് 100-150. ഇത്ര നേരം ഐസ്ക്രീം കഴിച്ചിട്ട് ഒറ്റടി ബ്രൗണി കഴിക്കുമ്പോൾ ഇതുണ്ട്. അത് ചൂട് പോകുന്നില്ലേ? ചൂട് ഇപ്പം തണുപ്പായി. എളുപ്പം കഴിച്ച് തീർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇവൻ നീ ബുദ്ധിമുട്ടി കഴിക്കും. തീർക്കും, ബുദ്ധിമുട്ടിയായിരിക്കും തീർക്കാൻ പോകില്ല. അതെനിക്ക് ഉറപ്പാ. എന്നെക്കൊണ്ട് ലോൺ എടുപ്പിക്കത്തില്ല എന്തായാലും. ഭാഗ്യം. അച്ചാറ് കുറേ വേണ്ടി വരും. അച്ചാറിനൊരു ബോട്ടിൽ മേടിക്കുന്ന ഇപ്പൊ 6 ഓ 6 സൈഡ് വെച്ചിട്ടുണ്ട്. ഞാൻ അച്ചാറ് തീർക്കാൻ പോകുന്നു. പിന്നെയും ബാക്കി തുടങ്ങാം. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് കയറി കഴിച്ചേക്കുക. അപ്പോൾ അത്രയ്ക്ക് ഫുഡ് അകത്തോട്ട് കയറി പോകും. അല്ലെങ്കിൽ പിന്നെ പതുക്കെ കഴിക്കണമെങ്കിൽ നല്ല തീറ്റി കഴിക്കാൻ സ്റ്റാമിന ഉള്ള ആൾക്കാരായിരിക്കും. കഴിച്ചിട്ട് വ്യത്യാസമുണ്ട് അച്ചാർ കഴിച്ചിട്ട്. കഴിപ്പിൽ തോന്നുന്നില്ല, അതാ ചോദിച്ചത്. ഞാനത് ആലോചിക്കണത്. അച്ചാർ തീരുന്നുണ്ട്, ഐസ്ക്രീം തീരുന്നില്ല. അച്ചാർ ഇപ്പം 4 ഇത് തീർന്നാക്കിയിരിക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് കുറച്ച് ബ്രൗണി മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര ഐറ്റം ആയിനി? ഇനി 5 ഐറ്റം മാത്രമേ ബാക്കിയുള്ളൂ. അവൻ ആ കോൺ കപ്പിലാക്കിയിരിക്കുന്നത് പിന്നെയും തീർക്കാൻ പോവുകയാണ്. ഇനി ഈ ടേബിളിൽ കാണുന്ന അത്ര ഫുഡ് മാത്രം. പിന്നെ കുറച്ച് അച്ചാറും കൂടി ഉണ്ട് സൈഡിൽ 3 എണ്ണം. ഇവനെ കണ്ടിട്ട് എനിക്ക് ദയ വരുന്നു പോയി. മതിയായി തുടങ്ങി ഗൈസ്. തോളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂ ചെയ്യുന്നു നീ? പിന്നെ എനിക്ക് വയ്യ. കഴിച്ചിട്ട് പോയാൽ മതി. ഇത് ഫുള്ളും കഴിച്ചാൽ എനിക്ക് അത്ര സന്തോഷം. ഇതാണോ പറ്റുന്നത്രോ? അത് പകുതിയായി. അതെ, അത്ര ആദരവായിരിക്കും ഓൺലൈന്. ഇത് ഈ പകുതി തന്നെ ഇരിക്കും. എൻ്റെ ഇൻറ്റ്യൂഷൻ അതാ പറയുന്നത്. വെള്ളംകുടി അച്ചാറ്, വെള്ളംകുടി അച്ചാറ്. ഇത് നീ തൊടാൻ പോലും പോകുന്നില്ല. വേണമെങ്കിൽ ഇപ്പൊ കയറി തൊടും, അല്ലാതെ നടന്നില്ല. അത് തീർക്ക്. ഫുഡ് വേസ്റ്റ് ചെയ്യണ്ട. അതുകൊണ്ട് നീ ഫുള്ള് കഴിച്ച്. ഐസ്ക്രീം മാത്രം പോകുന്നില്ല. ആണോ? ഇനി കഴിക്കില്ല. അയ്യോ അയ്യോ, ഇതിപ്പോ എന്താവോ? ഒരെണ്ണം വിട്ടിട്ട് അവൻ 8 എണ്ണം കഴിക്കട്ടെ. എന്നാലും 9 എണ്ണം കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. 8 എണ്ണം കഴിച്ചാലും ഞാൻ 5K കൊടുക്കാം. 8 എണ്ണം കഴിക്കാം. പിന്നെ ഇത് ഈ ഒരു സ്പൂൺ എങ്ങനെ കഴിക്കുന്നത് നോക്കട്ടെ. അത് വെച്ച് ജഡ്ജ് ചെയ്യാം നമുക്ക് കേട്ടോ. എല്ലാവരും നോക്കിക്കും. ഈ കോൾഡ് സ്റ്റോൺ ഇത്ര അച്ചാർ കഴിച്ചിട്ടുള്ള ഈ വാതായിരിക്കും ഇവിടെ വന്നിരുന്നു. മറ്റേ ബാസ്കിൻ റോബിനുള്ള ഫുള്ളും കഴിച്ചായിരുന്നു. ബാസ്കിൻ റോബിൻസ് ജസ്റ്റ് ഫ്ലേവർ മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോ സ്ട്രോബെറി ഉണ്ട്, റെഡ് വെൽവെറ്റ്, അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ്. കോൾഡ് സ്റ്റോണിന്റെ വ്യത്യാസം അതാണല്ലോ. അവിടെ നല്ല ഹെവി ചോക്ലേറ്റ് ആയിരുന്നു. ജസ്റ്റ് ഫ്ലേവർ മാത്രമേ. ഇവിടെ കുറെ മിക്സ് ചെയ്തിട്ടാണ്. മറ്റേ സ്കൂപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര ഹെവി.
ബാസ്കറ്റ് റോബിൻസ് ഞാൻ തീർത്തേനെ. അപ്പൊ കോൾസ്റ്റോണിന്റെ തെറ്റാ, കോൾസ്റ്റോണിന്റെ തെറ്റാ. കോൾസ്റ്റോണിന്റെ തെറ്റാ എനിക്ക് തോന്നി. നീ എന്താ പറയുന്നത്? കണ്ടിന്യൂ ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യും. പറ്റണം അത്രയും പോകും. പറ്റുന്നില്ലല്ലോ. അത് ഇപ്പൊ തന്നെ ആവും. മാക്സിമം പറ്റണം അത്രയും പോകും. പിന്നെ അച്ചാർ അൺലിമിറ്റഡ് ഉള്ളതുകൊണ്ട് ഏതറ്റം വരെയും പോകും. ഓക്കോ. കൈ വിറച്ചാണ് അകത്തോട്ട് പോയത്. എന്താ പയ്യൻ ശ്രമിച്ചു, ഇനിയും ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ആ കപ്പ് മാത്രമേ തീരത്തുള്ളൂ അല്ലേ? Let's freaking go. ബോയ്സ് അവനെ എഫേർട്ട് ഇട്ടിരിക്കുന്നു അവസാനത്തെ ബൈറ്റിന് വേണ്ടി കൂടി. അവനെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വാലിയന്റ് എഫേർട്ട്. ഇത് തീർന്നു കാലി. ഇത് തീർന്നു. ഞാൻ ഇതിലോട്ട് പോകുന്നില്ലല്ലോ. എല്ലാം കൂടി കൂട്ടി 2009. ബോയ്സ് അപ്പം അവനെ കൊണ്ട് ഫുള്ളും കഴിക്കാൻ പറ്റിയില്ല. വളരെയധികം ബുദ്ധിമുട്ടി അവൻ. ബുദ്ധിമുട്ടി എങ്ങനെയാലും കഴിച്ചിട്ട് എത്ര കഴിച്ചിട്ട് പോവും എന്നുള്ള മൈൻഡിൽ അവൻ പ്രയത്നിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. 6 കഴിച്ചു ഗൈസ്. മാക്സിമം ട്രൈ ചെയ്ത് 6. എന്തായാലും ടൈം ഇട്ടാണെങ്കിൽ ഫുള്ള് തീർക്കായിരുന്നു. കുറച്ചുകൂടി ടൈമിൽ കൂടി പോയാലേ അത് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഐ ഹോപ്പ് യു ഗൈസ് വണ്ടർഫുൾ ആപ്പിൾ. ഐ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. പീസ്.